രണ്ട് 100 ലിറ്റർ പാലോളം 2 നേരം കൂടി ഉണ്ടാവും. 90 6000 രൂപ 6000 രൂപ നമുക്ക് ഡെയിലി വന്നതിൽ 2 ആൾക്ക് പോക്കാം. 3000 ഒരു 4000 രൂപ നമുക്ക് ചെലവ് ഡെയിലി വരും. ബാക്കി എല്ലാ പൈസ 2000 രൂപ നമുക്ക് മെച്ചം. എൻ്റെ വീട്ടിൽ ഒരുവിധം ചുറ്റുപാടും പശുവും കൃഷിയും ഒക്കെ 2-3 റേഷൻ കടയൊക്കെ ഉള്ള വീട്ടിലാണ് ഞാൻ ഉണ്ടായത്. അപ്പൊ ഇവിടെ വന്നപ്പോഴും നമ്മൾക്ക് ബുദ്ധിമുട്ട് വരരുത്. 10 പശുക്കളുണ്ടെങ്കിൽ ഒരു കുടുംബം ജീവിക്കാനും ബാക്കി നീക്കിയിരിപ്പിനും കാണും. അപ്പൊ എടപ്പറമ്പ് ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോ ഉള്ളത് പെരുമ്പാവൂർ മുടിക്കലടുത്തുള്ള ഒരു ക്ഷീരകർഷകന്റെ പശുഫാമിലാണ്. ഇവിടെ 11ഓളം പശുക്കളുണ്ട്. ഇവിടുത്തെ പശുഫാമിന്റെ പ്രത്യേകത ഇവിടുത്തെ പശുക്കുട്ടിയെ മറ്റൊരാൾക്ക് വളർത്താൻ കൊടുത്തിട്ട് തിരിച്ചു ഉയർന്ന വിലക്ക് ഈ ഫാമിലേക്ക് ആ പശുക്കുട്ടിയെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇദ്ദേഹത്തിന് ഈ പശു വളർത്തൽ വളരെ ലാഭകരമാണ്. ദിവസം 2000 രൂപയോളം ലാഭിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പശു വളർത്തലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. എന്തായാലും ഇതിന്റെ കാഴ്ചകളിലേക്ക് പോവാം. നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറയാവോ? മുഹമ്മദ്. ഓക്കെ, ഈ സ്ഥലം പറയാവോ? സ്ഥലം ചെറുവേലിക്കുന്ന്, പെരുമ്പാവൂര് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് പശു വളർത്തിയ ഒരു സ്ഥലമാണ് ഇത് അല്ലെ? പശു അല്ല, എരുമയായിരുന്നു. ഓ, എരുമയായിരുന്നു. ആ എരുമയ്ക്ക് വേണ്ടി അന്ന് ഉണ്ടാക്കിയ ഒരു കിടാവിനെ വളർത്തി 87 തുടങ്ങിയതാണ്. 87 തുടങ്ങിയ ഒരു കിടാവിന് താഴത്തില് തറവാട്ടില് എരുമ പറഞ്ഞുണ്ടായി. അതിൻ്റെ ഒരു കിടാവിനെ കൊണ്ടുവന്ന് വളർത്തി അതിനെ വലുതാക്കി അതിന് പ്രസവത്തോടുകൂടി അങ്ങനെ പ്രസവിച്ച് വളർന്ന് 7-8 എരുമ വരെ ആയിരുന്നു. പിന്നെ എരുമപ്പാലിന് ഇപ്പോൾ ചെലവില്ലാത്തത് കൊണ്ട് ചെലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുതലാവൂല. ഒരു 100 രൂപയിൽ മുകളിൽ വില കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആയ പ്രസവം മാറി ഇങ്ങനെ പശുക്കളെ ഓരോന്നായിട്ട് ഇങ്ങനെ വളർത്തി അതിൻ്റെ കൂടെ മറ്റേ പശുക്കളെ എരുമക്കളെ ഒഴിവാക്കി. തുടക്കത്തിൽ ഞാനൊരു പേപ്പറൊക്കെ വലിച്ചു കയറ്റിയാണ് കിടാവിനെ വളർത്തിയോ അതിൻ്റെ നിർത്തിയതാണ്. അത് പിന്നെയാണ് ഈ 3-4 എരുമക്കളെ ആയപ്പോഴാണ് തൊഴുത്ത്. ഇപ്പൊ അതിന് വൈക്കോല് വയ്ക്കാനും ഉപയോഗിക്കാണ് സ്റ്റോറേജ് ആയിട്ട് നമുക്ക് വേസ്റ്റ് കളയണ്ടല്ലോ. ഇച്ചിരി വലുതാക്കിയതാണ്. അതെയോ? ഇപ്പൊ ഇത് എത്ര നാളായി പണിതിട്ട്? ഇത് 2 വർഷമായി. 2 വർഷമായി. ഇപ്പൊ ഇത് പുതുക്കിയിട്ട് അപ്പൊ വയ്ക്കുമ്പോ ഇവിടെ മുതൽ അങ്ങോട്ട് വേറെ ഒരെണ്ണം ഉണ്ടായി, തൊഴുത്തുണ്ടായി. അപ്പൊ അത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു വെക്കുന്ന രീതിയിലാർന്നത്. അത് മാറ്റിയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് മാത്രമാക്കി ഇപ്പുറം വയ്ക്കോലും തീറ്റ വയ്ക്കുക, അല്ലെങ്കിൽ മഴയത്ത് കിടാക്കളെ കയറ്റി കേട്ടോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു സ്പേസ് ആയിട്ട് ഉപയോഗിക്കുന്നു അല്ലേ? അല്ല, ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ട് ചെയ്തിട്ട് ഓരോ 3 തൊഴുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ? 3 തൊഴുത്ത്. ആദ്യത്തെ തൊഴുത്തിൽ ചെറിയൊരു തൊഴുത്തായിരുന്നു. ആദ്യത്തെ തൊഴുത്തിന് വേണ്ടി കെട്ടിയ തറയാണത്. അപ്പർ സൈഡില്. അതെനിക്ക് പറ്റൂലെന്ന് തോന്നിയപ്പോ ഞാൻ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോ ഇതിലത് സൗകര്യക്കുറവ് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ താഴോട്ട് നോക്കി എണ്ണം കൂടി കാണും അല്ലേ? എണ്ണം കൂടി ഇപ്പൊ 10, 16, 17 പശു വരെ ഉണ്ടായി. ഇപ്പൊ 2-3 കൊടുത്ത കാര്യം 2-3 വാങ്ങാൻ കറവോ ഇപ്പൊ ഇതൊക്കെ ഇടക്കറവയിലായി. ഒക്കെ ചെറിയലാണ്. 3-4 ഇപ്പൊ ശരിക്കും കറവയിലുള്ളൂ. മുഖാമുഖമായിട്ട് നിർത്തിയിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ പശുക്കളെ ഇങ്ങനെ നിർത്താൻ കാരണം? ഇങ്ങനെ നിർത്തിയപ്പോ മുഖാമുഖമായി നിർത്തിയ കാര്യമല്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ സൗകര്യം ഇപ്പൊ ഇവിടെ തീറ്റ വയ്ക്കാം, വൈക്കോല് വയ്ക്കാം, നമുക്ക് ചെയ്യാം. മഴ എന്തെങ്കിലും മഞ്ഞാമത്ത് അവിടെ ചെറിയൊരു പുല്ലൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര നിലത്ത് കയറ്റി കിട്ടും. അവിടെ അതിന് വേണ്ടി ചെറിയൊരു പുല്ലൂട് ഉണ്ടാക്കി കിടാക്കളെ അല്ലെങ്കിൽ പശുക്കളെ കെട്ടാൻ വേണ്ടിയിട്ട് അവിടെ മുതൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ. എത്ര പശുക്കൾ വളർത്തിയിട്ടുണ്ട്? ഞാൻ 17-18 വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 3-4 കൊടുത്തേക്കാണ്. അപ്പൊ അത് വാങ്ങണം. ഇനിയിപ്പോ 3-4 വാങ്ങണം. ഈ പാടത്തെ പണി കൃഷിപ്പണി മെയിനായിട്ട് കൃഷിപ്പണിയാണ്, നെൽകൃഷി. അത് ഒഴിവാക്കൂലേ? ഇപ്പൊ ഇത് ഒഴിവാക്കിയാലും നെൽകൃഷി അത് അതിന്റെ ചെറുപ്പം മുതൽ തുടങ്ങിയേക്കണ സീസണാണ്. അതിപ്പോ 5-10 ഏക്കർ സ്ഥലം പാടത്തേക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നുള്ള വൈക്കോലാണ് കൂടുതൽ. പകുതിയോ ഭാഗം വൈക്കോല് നമുക്ക് നൽകി കൊടുക്കാൻ കിട്ടും. കുറയ്ക്കാൻ കാരണം അല്ല, അപ്പൊ ചെറിയ പിടിക്കാണ്ട് തോന്നും. പ്രായം കൊണ്ടും ഒക്കെ 1-2 കൊണ്ടും പ്രായമുള്ളത് ഉണ്ട് ഇതില്. പക്ഷെ ബാക്കിയൊക്കെ ഇതൊക്കെ ഫസ്റ്റ് പ്രസവത്തിന്റെയാ. ഇത് 2 അത് അപ്പുറം വെക്കണ 3-3 ഫസ്റ്റ് പ്രസവമാണ്. ഇതില് അത് അങ്ങറ്റത്ത് അത്ര ചാലക്കുടി പോയി കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്. അതെല്ലേ? ഇപ്പൊ ഇവിടെ കുട്ടികൾ നിർത്തുന്നില്ലേ? കുട്ടികൾ നിർത്തുന്നുണ്ട്. അത് കുട്ടികളെല്ലാം ഇപ്പൊ ഈ പാടത്തേക്ക് തിന്നാൻ പോയി. രാവിലെ വഴി ഉണ്ടായിരുന്നില്ല, അന്ന് കയറി വരൂല. ചില ദിവസങ്ങളിലെ കയറി വരുള്ളൂ. അപ്പൊ കയറി വരും. ഇന്നലെ എല്ലാം കയറി വന്ന് ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ ഒക്കെ അങ്ങോട്ട് പോയേക്കാണ്.
ഒക്കെ പോയല്ലേ? ഒക്കെയാണ് പോയ കാര്യം താഴെ ഉണ്ട് കാര്യം ഒന്നും കൊടുക്കണ്ട നമ്മള് വയസ്സം പോലെ പുല്ലും വെള്ളവും ഉണ്ട് അവിടെ. അവിടെ ഉണ്ട്, അവിടെ കിടക്കാനും സൗകര്യം ഉണ്ട്, അവരവിടെ കിടക്കുകയും ചെയ്യും. ഇപ്പൊ ഇക്ക് വേറൊരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ, ഇവിടെ ക്രാക്കളെ വേറെ ആൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ? വേറെ കൊടുക്കും. അപ്പൊ എനിക്ക് വിശ്വാസമുള്ള ആൾക്കാർക്ക് അങ്ങനെ തിരിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ വളർത്തുന്ന ആൾക്കാർ ആർക്കെങ്കിലും ചോദിക്കുന്നത് കൊടുക്കും. അപ്പൊ അവിടെ നമ്മൾ പൈസ അവർ തിരിച്ച് അവര് തരുമെങ്കിൽ മേടിക്കും. മിക്ക എല്ലാവരും തിരിച്ചു തരും. പശുവിന്റെ വില വെച്ച് അവർ പശുവിന് എന്തോ 10-70 രൂപ 65 രൂപ ഇതിനൊക്കെ വില അതൊന്നും നോക്കില്ല. നമുക്ക് എന്നെ അറിയാലോ, നമ്മുടെ നമ്മൾ വളർത്തിയ പശുവിന്റെ കിടാക്കളാണ്, തലമുറയായിട്ട് വന്ന പശുക്കളല്ലേ. അതെ അതെ, ഇതും 3 അതെ. അപ്പുറം ഈ കിണത് അത് അതിന്റെ അപ്പുറത്ത് കിണതൊക്കെ ഇതിൽപ്പെട്ടാണ്. 2-3 എണ്ണം ഇപ്പൊ പുറത്തുനിന്ന് ഞാൻ വാങ്ങിച്ചതുള്ളൂ. ഒന്ന് ഇതും ഒന്ന് അങ്ങേ അറ്റത്ത്. ഏകദേശം ഒരു 10 ലിറ്റർ പാൽ രാവിലെ കിട്ടുമോ? അതിനൊക്കെ 10 ലിറ്റർ പാലുള്ള. ചെറുതാണെങ്കിലും ഇതിനും പാലുള്ള. ഇതും അതെ, കണ്ടാ തോന്നില്ല. അപ്പൊ എത്ര വർഷം മുമ്പാണ് ഈ പശു വളർത്തൽ തുടങ്ങിയത്? 87 തുടങ്ങിയതാ. പശു വളർത്തലല്ല, എരുമ കിടാവിനെ വളർത്തി വലുതാക്കി അതിൽ നിന്ന് എങ്ങനെയാണ് 87 തുടങ്ങിയതാണ്. കറവ തുടങ്ങിയപ്പോ 89-90 ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ കിടാവിനെ വളർത്തി വലുതായി പ്രസവിച്ചതിന് ശേഷമാണ് അതിക്കുമ്പോ വീട്ടിലുണ്ട്, തറവാട്ടിലുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ പശുവിലേക്ക് പെട്ടെന്ന് ഓരോ കൂട്ടി വന്ന് ചാടി വന്നാണ്. എരുമക്കപ്പാലിന് മറ്റേ ചായക്കടക്കാർക്ക് ഭൂരിഭാഗം എരുമപ്പാൽ മതിയായിരുന്നു. എല്ലാവരും മുടിക്കല് വരെ വന്ന് ആൾക്കാർക്ക് കൊണ്ടുപോകും കൊടുക്കുകയും ചെയ്യുവാണ്. ഇപ്പൊ ഇപ്പൊ അവർക്ക് എന്തെങ്കിലും പാല് മതി. ഇപ്പൊ ഈ പാക്കറ്റ് പാലാ വെച്ച് കൊഴുപ്പുണ്ട്, അതിന് എന്ത് കംപ്ലീറ്റ് ആയാലും അവർക്ക് വിശാല ഈ വായ്മാരൊക്കെ ചെലവാണല്ലോ. ഇപ്പൊ എത്ര പശുക്കളുണ്ട്? ഇപ്പൊ എനിക്ക് 12 എണ്ണം. 12 പശുക്കളാണ്. അതില് 3-4 എണ്ണം കറക്കണില്ല. അപ്പൊ എങ്ങനെയാ പാല് വിൽപ്പന എല്ലാം ചില്ലറ കൊടുക്കണം. അതായത് കടക്കാർക്ക് കൊടുക്കുന്നുണ്ട്, 5 കടക്കാർക്ക് കൊടുക്കുന്നുണ്ട്, ബാലൻസ് ഉള്ളത് വീടുകളിലെ കൊടുക്കണം. സൊസൈറ്റിയിൽ കൊടുത്തുകൊണ്ടിരുന്ന്, പക്ഷെ അത് നമുക്ക് ഒരു 40 രൂപ 45 രൂപ താഴെ വിലയൊക്കെ കിട്ടുള്ളൂ. അപ്പൊ നമ്മളിപ്പോ 60 രൂപ 65 രൂപ 70 രൂപ നമുക്ക് കിട്ടുന്നുണ്ട് പുറമെ. നമ്മള് ബാലൻസ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നുള്ളൂ. നമ്മള് കഷ്ടപ്പെടുന്നതിന് നമുക്ക് പൈസ കിട്ടണ്ടേ? അതുകൊണ്ടാണ് കടയിൽ കൊടുത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. പിന്നെ വീടുകളിലാണെങ്കിലും കടയിൽ കിട്ടുന്ന പൈസ സൊസൈറ്റിയിൽ നിന്ന് ഒരു പിരിവുകാർ തന്നെ അവരെ കൊടുത്ത് അവർ കൊണ്ടുപോകും. നമുക്ക് ആവശ്യം വന്ന സമയത്ത് പോയി ഒരുമിച്ച് അവിടെ നിന്ന് എടുത്ത്, ഒരു പശുവിനെ മേടിക്കേണ്ട ആവശ്യം വന്നാൽ അല്ലെങ്കിൽ ഒരു ആശുപത്രി കേസ് വന്നാൽ ഞങ്ങൾ പോയ സമയത്ത് പോയി അത് എടുക്കും. ഞാനിപ്പോൾ 1 മാസം 2 മാസം ആവശ്യം വരുന്ന സമയത്ത് പോയി അതെടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പശു മേടിക്കേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ അത് പോയി എടുക്കും. അപ്പോൾ ഡെയിലി 1000 രൂപയോളം സൊസൈറ്റിയിലേക്ക് കൊണ്ട് അത് മിക്കവാറും അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ പശുക്കളെ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യങ്ങൾ. അപ്പൊ എങ്ങനെ ഇവിടെ പശു വളർത്തൽ ലാഭകരമായിട്ട് മുന്നോട്ട് പോകണ്ടേ? ലാഭകരം പണി അധ്വാനമൊക്കെ നമ്മളെ തന്നെയാണ് പണി തന്നെ. ഞാനിപ്പോ ഈ കറവയും നിസ്സാര പണികളും, ബാക്കി ഭാര്യയാണ് വെള്ളത്തീറ്റ കൊടുക്കലും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തും. പിള്ളേര് പാൽ കൊണ്ടേ കൊടുക്കും. പാല് കൊടുക്കണ എവിടെയെന്ന് എനിക്കറിയാൻ പാടില്ല, അവരാണ് ചെയ്യണത്. എത്ര മക്കളുണ്ട്? 2 ആൺപിള്ളേരാണ്. അവരും വന്ന് സഹായിക്കും. നമ്മുടെ മറ്റേ മോനും എല്ലാവരും സഹായിച്ച് എല്ലാം അവരുടെ ഭാര്യമാരൊക്കെ വന്ന് സഹായിച്ചാണ് ഇത് ഈ പാത്രങ്ങളൊക്കെ കഴുകാനും കുപ്പി കഴുകാനൊക്കെ കുപ്പിയിലാ കൊടുക്കണേ. പറ്റില്ല. അപ്പൊ എല്ലാവരും കൂടിയാണ് ചെയ്യണത്. അപ്പൊ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പണിക്കൂലി നമുക്ക് ഉണ്ടാവുമല്ലോ. 100 ലിറ്റർ പാലോളം 2 നേരം കൂടി ഉണ്ടാവും. 90 6000 രൂപ 6500 രൂപ നമുക്ക് ഡെയിലി പന്നേല് 2 ആൾക്ക് പോക്കാം. 3000 ഒരു 4000 രൂപ നമുക്ക് ചെലവ് ഡെയിലി വരും. ബാക്കി എല്ലാ പൈസ 2000 രൂപ നമുക്ക് അത് നമ്മൾ സ്വന്തം ചെയ്യണതുകൊണ്ട് എല്ലാ പണിയും. വൈക്കോലും കുറച്ച് നമുക്ക് ഉണ്ടാവും. ഇതിന്റെ പൈസയൊക്കെ എടുത്ത് കൃഷിയിലേക്ക് മുറിക്കും. ആ കൃഷിയിലേക്ക് വന്ന പൈസ നമുക്ക് ഒരുമിച്ച് സപ്ലൈക്കോനെ കൊടുക്കണതല്ലേ. സപ്ലൈക്കോ ആ പൈസ നമുക്ക് ഒരുമിച്ച് വരുമ്പോ അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടർച്ച 2-3-4 ലക്ഷം രൂപ ഉണ്ടാവും, 4-5 ലക്ഷം രൂപ ഉണ്ടാവും. അതൊക്കെ ബാലൻസ് വരും. ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മറിക്കാൻ പറ്റും. പിന്നെ ഇത്തയുടെ പേര് പറഞ്ഞില്ലല്ലോ, സാറായി എന്ന പേര്. സാറാ ബീബി. അപ്പൊ എപ്പോഴും ഫാമിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ? വെളുപ്പിന് 4 മണി കഴിയുമ്പോൾ എണീക്കും. 4 മണിക്കോ? മിഷീനിലാണ് കറവ. 3 മണിക്ക് എണീക്കണാണ്. മിഷീനിലായോണ്ട് എളുപ്പത്തിൽ കുറച്ച് ആശ്വാസം ഉണ്ടല്ലോ. മിഷീൻ വാങ്ങിച്ചിട്ട് കുറെ നാളായോ? മിഷീൻ വെച്ചിട്ട് ഒരു 10 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 5 വർഷത്തോളായി. എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടെ ചെയ്തതിന് ചെറിയ ലാഭം കിട്ടി. അതിൽ നിന്ന് നമുക്ക് നിന്നുള്ള ഇതാണ് നമുക്ക് ഇതൊക്കെ വളർത്തിയതൊക്കെ ഇതിൽ നിന്ന് തന്നെയാണ്. പുറമേ നിന്നൊന്നും ഇല്ല. എന്ത് യാദൃശ്യമായി
എന്തെങ്കിലും പണിയപ്പാട് അത്യാവശ്യത്തിനുള്ള പണിയപ്പാടും വയ്ക്കേണ്ടി വന്നാൽ വയ്ക്കുള്ളൂ. വേറെ ലോണോ പരിപാടിയൊന്നുമില്ല. ഈ ഒരു വീടും സ്ഥലവും ഇതിൽ നിന്നുണ്ടായതാണ്. അടിപൊളി, സൂപ്പർ. അതുണ്ടായെന്ന് പറയാൻ കാരണം അത് കുറച്ച് അത് പറഞ്ഞാൽ ഇത് അനിയന്റെ ആയിരുന്നു, ജപ്തിയായിട്ട് പോയിപ്പോ അത് നമ്മള് എടുക്കേണ്ടി വന്നു. അപ്പൊ പിള്ളേരുടെ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ കൊടുത്തിട്ട് ആണെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ ഇതിൽ നിന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു 4-5 ലക്ഷം രൂപയോളം നെല്ലിന്റെ വരുമാനം വരും. അത് കൊല്ലത്തിൽ ഒരിക്കൽ എടുത്ത് അത് കൊടുക്കും. അപ്പൊ അതങ്ങനെ ഇതാണ് ഇപ്പൊ അത് പോകുന്നത്. ഇനിയിപ്പോ ഒരു 3-4 ലക്ഷം രൂപയുടെയാണ് ബാങ്ക് സൊസൈറ്റിയിൽ ബാധ്യതയുണ്ട്. വേറെ ആൾ എടുത്തത് ലോടെയാണ് അത് ഞാൻ അടക്കുന്നത്. രണ്ട് കുടുംബത്തിലെ ഏകദേശം കാര്യങ്ങൾ നടക്കുന്നത് ഇതുകൊണ്ടാണ്. ഒറ്റയടിക്ക് ഒന്നും നടക്കൂല. പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന്റെ ആണെങ്കിലും ആശുപത്രി കേസാണെങ്കിലും ഇതൊക്കെ ഇതിൽ നിന്നുള്ള ഇതാണ്. പക്ഷെ ഒരുമിച്ച് ആണെങ്കിലും കുറേശ്ശെ വരുമ്പോ അത് ചിട്ടികളുണ്ട്. ചിട്ടികളുണ്ട്. ഇപ്പൊ 1-2 ചിട്ടികൾ ഇവിടെ ഉണ്ട്. അതിനും സൊസൈറ്റിയിലും ഉണ്ട് ഒരു ചിട്ടി. ഇപ്പൊ കഴിഞ്ഞ തീർന്നിട്ട് തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ വേണ്ടി അത് തോന്നിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇതിന്ന് എടുത്തു വെച്ച് അത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു വളർച്ച ഉണ്ടായേക്കണേ. അപ്പൊ ഇക്ക എരുമ നിർത്തിയിട്ട് പശുവളത്തിലേക്ക് വന്നപ്പോ എത്ര വർഷം കഴിഞ്ഞ ശേഷമാണ് ഇക്കൊക്കെ ഒരു ലാഭം ഉണ്ടായത്? എരുമയിലും ലാഭം ഉണ്ടായിരുന്നു അന്ന് വളർത്തിയിരിക്കണേ. പക്ഷെ അതിൽ നിന്ന് ഇതിലേക്ക് മാറിയപ്പോ ഓരോന്ന് മാറി വന്നപ്പോ അന്ന് മുതൽ ഈ കടകളിലും ഒക്കെ കൊടുത്ത് അതിൽ നിന്ന് മിച്ചം ഒന്നാണ് ഇത്. അപ്പൊ ഒരേ ചിട്ടി, ചെറിയ ചിട്ടി ഇവിടെ INTUC-യുടെ കീഴില് അല്ലെങ്കിൽ യൂണിയൻകാരുടെ കീഴിലൊക്കെ ചിട്ടി വയ്ക്കലുണ്ട്. അത് ആഴ്ചയില് നമ്മള് 2500-3500 ആഴ്ചയിൽ വേണം. 2 ചിട്ടിയുണ്ട് അതില്. അപ്പൊ ആ ചിട്ടി അങ്ങനെ കൂടുമ്പോൾ അതിനകത്ത് ഇവിടുന്ന് നമ്മള് വർഷ പിടിക്കും. അതുകൊണ്ട് ആഴ്ചയില് 3500 രൂപ ഇവിടെ അടക്കണം. സൊസൈറ്റി INTUC-യില് അല്ലെങ്കിൽ CAT വേണം. അപ്പൊ അങ്ങനെയൊക്കെ ആ കാശ് ഒരുമിച്ച് വരുമ്പോ അതിൽ നിന്നൊക്കെയാണ് ഇത് വളർന്നു പോകുന്നത്. ഒരു 5 വർഷത്തിന് ശേഷം ശരിക്കും ഒരു 5 വർഷത്തിൽ കൂടുതലായി ലാഭത്തിലേക്ക് വന്നു. 10 വർഷത്തിൽ മുകളിൽ ലാഭത്തിലേക്ക് വന്നു തുടങ്ങിയിട്ട്. അത് നമുക്ക് 10 വർഷം ഇത് തുടങ്ങി. ഇപ്പൊ നഷ്ടത്തിൽ പോയിട്ടില്ല. പിന്നെ കറവ ഇല്ലാണ്ട് വന്ന സമയത്ത് അപ്പൊ ഞാൻ പോയി വേറെ മേടിക്കും. കറവ ഇല്ലാണ്ട് വന്നാലാണ് നഷ്ടത്തിൽ പോകുള്ളൂ. ഇപ്പൊ പറഞ്ഞു നഷ്ടസാധ്യതയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇക്കയുടെ അഭിപ്രായത്തിൽ എന്തൊക്കെ നഷ്ടസാധ്യത ഉണ്ട്? എനിക്ക് അസുഖം വരാതിരുന്ന നമ്മള് വർഷത്തിൽ വരൂല. കഴിഞ്ഞ വർഷം 3-4 ഈ കുളമ്പ് വന്നു. കാരണം ഞാൻ പുറമേന്ന് കൂടുന്ന ഈ കിടാക്കളൊക്കെ അവിടെ നിന്ന് വിടുന്ന. അപ്പൊ അവര് വന്നപ്പോ അവര് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നതിന് എല്ലാവരും കിടാക്കൾക്കൊക്കെ ഇഞ്ചക്ഷൻ എടുക്കും കുളമ്പിന്. ഇത് അവരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ബാധിച്ച്. അപ്പൊ അതിന് ബാധിച്ച് കഴിഞ്ഞപ്പോ അതിൽ കറവയിൽ കുറവ് 1 മാസം 2 മാസമൊക്കെ കുറവ് വരും. അങ്ങനെ വരുമ്പോഴാണ് അത് നമുക്ക് നഷ്ടത്തിൽ വന്നത്. ഇതിപ്പോ അങ്ങനെ പിന്നെ മിക്ക പ്രതിരോധം എല്ലാം ഞാൻ ചെയ്യും. സർക്കാർ ഡിപ്പാർട്ട്മെന്റിനൊക്കെ വന്നാലും ഇപ്പൊ ഇന്നാള് മറ്റേ ചർമ്മ മഴ വന്നു. കിടാക്കൾക്ക് വന്നത്, പശുക്കൾക്ക് ഒന്നിനും വന്നില്ല. അതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മരുന്നുകൾ ചെയ്തിട്ടുണ്ടായി. കിടാക്കൾക്ക് വന്ന് 3-4 അസുഖം വന്നു. അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖം വന്നെങ്കിലാണ് ഇതിനൊക്കെ പാല് കുറഞ്ഞാലാണ് നഷ്ടത്തിൽ വരുള്ളൂ. കംപ്ലൈന്റ് അസുഖങ്ങളൊന്നും വരാതിരുന്ന ഒരു പരാജയവും ഇല്ല. നമ്മൾക്ക് ജീവിച്ചു അത്യാവശ്യം. ഇവിടെ റൊട്ടേഷൻ ആണെന്ന് തോന്നുമല്ലോ, ചെനയിലും കറവയിലും ഒക്കെ കൂടി അല്ലേ? അല്ലേ, അന്ന് പാല് കുറയില്ല. നമ്മൾ ശ്രദ്ധിച്ചു ചെയ്യണം. അപ്പൊ ഇതിനെ വൈകിട്ട് ഒരു 4 മണിയാകുമ്പോൾ ഇതൊക്കെ ഐസ് പാടത്തേക്ക് കൊടുക്കും. 2 മണിക്കൂർ റെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഓരോന്നാണ് ശരിക്കും പുല്ലുണ്ട് ഇഷ്ടം പോലെ. പുല്ല് തിന്നുകയും ചെയ്യും. അപ്പൊ എല്ലാത്തിനും ഇല്ല, 5-8 വിടുള്ളൂ. എല്ലാം നടന്ന് തിന്നൂല. ഇത് കുറച്ച് താഴണ സ്ഥലമുണ്ട്. അപ്പൊ അവര് പോയി അപ്പൊ 2 മണിക്കൂർ 3 മണിക്കൂറാണെങ്കിലും ഇതിലൊക്കെ നടക്കും. നടന്ന് കഴിഞ്ഞിട്ട് സന്ധ്യാകുമ്പോൾ അവർ കയറി വരും. ശരീരത്തിനൊരു വ്യായാമമായി പുല്ലിന് എല്ലാം കൂടെ ആശ്വാസമുണ്ട്. പുല്ല് വെട്ടുന്നില്ലായിരിക്കും. പുല്ലിന് പരിപാടി ഇല്ല, വെട്ടില്ല. ഇപ്പൊ പറ്റൂല, വെട്ടണ്ടായിരുന്നു. ഒരുപാട് അകലേക്ക് പോയി വലുതും കൊണ്ടാണ് ഇപ്പൊ തിരിച്ചു. ഇത്രയും പശുക്കളുള്ളതുകൊണ്ട് വേറെ ആളെ പുല്ല് വെട്ടാൻ നിർത്തണ്ട. അതിന്റെ ഒരു ലാഭം നമുക്കുണ്ടാവും അല്ലേ? അതുണ്ടായനെ. അതിപ്പോ ഈ ബൈക്കുകൾ ഇത്ര നമുക്ക് സ്വന്തമായിട്ട് ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പൊ ഇക്കടെ വൈഫാണ്, പേര് പറയാവോ? സാറ. അപ്പൊ എങ്ങനെയുണ്ട് പശു വളർത്തലൊക്കെ? കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നല്ലേ? എങ്ങനെയാണ് നമ്മുടെ വീട്ടമ്മയ്ക്ക് നിലയ്ക്ക് നല്ലൊരു വരുമാനം തന്നെയല്ലേ ഇത്? അല്ലേ? ഇത് എന്താണ് ശരിക്കും ഇത് പശു വളർത്തലിലേക്ക് വന്നത്? എന്റെ വീട്ടില് ഒരുവിധം ചുറ്റുപാടും പശുവും കൃഷിയും ഒക്കെ
2-3 റേഷൻ കടയൊക്കെ ഉള്ള വീട്ടിലാണ് ഞാൻ ഉണ്ടായത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും നമ്മൾക്ക് ബുദ്ധിമുട്ട് വരരുത്, പറ്റണ പണിയെടുക്കുക, ആ ഒരു പ്രതീക്ഷ മാത്രം. വീട്ടിലെ ജോലി എടുക്കാം, പറ്റണ പണി ഇന്നും എടുക്കാൻ തയ്യാറാണ്, ബുദ്ധിമുട്ടുണ്ടാവരുത്. അങ്ങനോട് ആഗ്രഹം. നമ്മൾ ചെറുപ്പം മുതൽ കാശൊക്കെ കണ്ടു വളർന്നാണ്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരരുത് എന്നൊരു പ്രതീക്ഷ. ഇന്ന് വരെ അൽഹംദുലില്ലാ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ കൃഷിയുണ്ട്. പണികളില് ഭൂരിഭാഗവും ഇതിനെ ശ്രദ്ധിക്കണ ഇവര് തന്നെയാണ്. അതായത് ഇത് കറവ മാത്രം മെയിനായിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സമയത്ത് എനിക്ക് പുറത്ത് കുറച്ച് പണി ഉണ്ടാവും. കാരണം ബാക്കി 70% പണി സാറ തന്നെയാണ്. വെള്ളം കൊടുക്കലും തീറ്റ കൊടുക്കലും കാര്യങ്ങളൊക്കെ, പിന്നെ തൊഴുത്ത് കഴുകലും കുളിപ്പിക്കലും ഒക്കെ എനിക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്. പശു വളർത്തുന്നത് എല്ലാ എന്ത് പണി ചെയ്യുന്നതും എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് പൈസ കിട്ടണം, അതിനു വേണ്ടി അധ്വാനിക്കുന്നതിന് കുഴപ്പമില്ല, ബുദ്ധിമുട്ടുണ്ടാവരുത്. അങ്ങനെ ഒരു ദാരിദ്ര്യം നമ്മൾക്കൊരു വരരുത് എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രം. നമ്മൾ ആരും മുമ്പിൽ കൈ നീട്ടാൻ പാടില്ല. നമ്മൾക്ക് അറിഞ്ഞ് നമുക്ക് അവ തരുന്നുണ്ട്, നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്ത് കാര്യം വന്നാലും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നടക്കണമുണ്ട്. ഇവിടെ എന്തൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട് പശുക്കൾക്ക്? ഞാനിപ്പോ ഇതിന് വൈക്കോല്, പിന്നെ വീട് എന്ന് പറഞ്ഞാൽ KSന്റെ സുപ്രീമാണ്. പിന്നെ തവിടുണ്ട്. ഇത് കിടാക്കൾക്കായിരിക്കൂല? ഇത് പശുവിനെ അത് എത്ര മാസമായിരുന്നേ? അതിപ്പോ 4-5 മാസമായുള്ളൂ. കറവ നിർത്തിയേക്കായിരുന്നു. പ്രായമുള്ള കാരണം കറവ നിർത്തിയേക്കായിരുന്നു. 3-4 നിർത്തിയേക്കാം. ശരിക്കും ഇവിടെ എത്ര പ്രസവം നിർത്തുന്നുണ്ട് പ്രായമുള്ളന്ന് പറഞ്ഞു? ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂലാത്ത ഒരു സമയം വരെ നിർത്തും. എത്ര പ്രസവം വരെ നിർത്തിയിട്ടുണ്ട്? ഞാൻ 7-8 വരെ നിർത്തിയിട്ടുണ്ടോ? അപ്പൊ എന്താ പശുവിന് എരുമ തന്നെ അതിന്റെ ആദ്യത്തെ കിടാവിന് അത് ഈ മുറയാറുണ്ട്, നല്ല ഇനം എരുമയാണ്. അതിന് 22 കൊല്ലം വരെ നിർത്തിയതാ. 11 പ്രസവിക്കുകയും ചെയ്തു ആ എരുമ. അത്ര ആരോഗ്യം നല്ല. ആ എരുമയാണ് എന്നെ കരക്കയറ്റി കൊണ്ടുവന്നത്. കാരണം അത്ര ഞാൻ അധ്വാനിച്ചിട്ട് അതിനുള്ള പ്രതികളെ തരുകയും ചെയ്യുമായിരുന്നു. അല്ലേ, അതിന് നല്ല കിടാക്കളുമായിരുന്നു അതിനുണ്ടായത്. ഇത് തന്നെ നമ്മളെ ഐശ്വര്യം. ഇതനുസരിച്ച് ഒരു 6,500 വരുമാനം ഡെയിലി ഉണ്ട്. അതിനുണ്ട് ഒരു 4,000 രൂപയൊക്കെ ഫസ്റ്റ് ചെലവ് തന്നെ ഉള്ളു. ബാക്കിയുള്ള ഇത്രയും നമ്മള് ശരിക്കും പറഞ്ഞ ഇരിക്കാൻ ഇവിടെ ഫുൾ ടൈം കഷ്ടപ്പെടുന്നോണ്ടല്ലേ? ഒരു 18 മണിക്കൂർ അതിന് പണിയെടുക്കുന്നുണ്ട്. 4 മണിക്ക് കഴിച്ചാൽ രാത്രി 10 മണി കഴിഞ്ഞാലേ കിടക്കലുള്ളൂ. അത് അതിനിടക്ക് റെസ്റ്റ് ഒക്കെ കുറവാണ്. അപ്പൊ ഈ പണി പാടത്തെ പണി എല്ലാം ഉണ്ട്. അപ്പൊ ഈ തൊഴുത്ത് വന്നിട്ട് എത്ര നാളായി? തൊഴുത്ത് പണിതിട്ട് ഇപ്പൊ ഇത് പുതുക്കി പണിതിട്ട് 2 വർഷമായി. അതിക്ക് മുമ്പ് ഒരു 10 വർഷം മുമ്പ് വേറെ ഉണ്ടായിരുന്നു. അത് ഉണ്ടല്ലോ ഒക്കെ തുരുമ്പെടുത്ത് ഒറ്റ ഷീറ്റായിരുന്നു, ജെ ഷീറ്റായിരുന്നു. അതൊക്കെ തുളഞ്ഞു പോയി കഴിഞ്ഞപ്പോ മാറ്റിയിട്ട് ഇപ്പൊ ആസ്പെറ്റാസ് ആണ്. സ്വന്തം പൈസയാണോ ഇത്? അല്ല, ഇത് നമ്മുടെ പഞ്ചായത്തിന് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിന്റെ ഇതിൽ ഉള്ള ഒരു ഫണ്ടാണ് ഇതിന് തന്നത്. ഇതിന് 2,2 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. പല പ്രാവശ്യം കുറേശ്ശെ വന്നാറിന് ഞാൻ എത്രയൊന്നും നോക്കിയിട്ടില്ല. പണിയുടെ ഓരോ രീതിയിലാണ് വന്നേക്കണത്. അതിന്റെ ഈ പണിക്കാശ് വേറെ, അതിന്റെ മെറ്റീരിയൽസിന്റെ വേറെ. ഇതെങ്ങനെ ഇത്രയും പ്ലാനിങ്ങിലൂടെ പണിത് നല്ല ഹൈറ്റിലൊക്കെ പണിതിട്ടുണ്ടല്ലോ? കന്നാലിക്ക് ചൂട് ഭയങ്കര. ഇനിയിപ്പോ ഇത് ഹൈറ്റില്ലെങ്കിൽ ഭയങ്കര അണുപ്പുണ്ടാവും. ഇപ്പൊ ഇത് വളന്തേപ്പിന് ഇത് കന്നാലി ഇതുവരെ അണച്ചിട്ടില്ല. ഇപ്പൊ കറിയുള്ള കന്നാലി ഇപ്പൊ ഇങ്ങനെയൊന്നും അല്ല, നല്ല അണുപ്പൊക്കെ ഉണ്ടാവും. ഇപ്പൊ നല്ല കയറി ഇങ്ങനെ പോണ ഞാൻ ശരിക്കും തടഞ്ഞിട്ടില്ല. അപ്പൊ നല്ല കാറ്റ് കിട്ടും ഇവിടെ. അണപ്പില്ല. അതിൽ കന്നാലി ഭയങ്കര അണുപ്പൊക്കെ ആയിരിക്കും. ഫാനിട്ടുള്ള ഫാനിട്ടുള്ള ഇതുണ്ട്. ഇപ്പൊ അണുപ്പൊന്നുമില്ല. അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തണുപ്പും ഇതൊക്കെ ഉണ്ട്, കാറ്റും ഉണ്ട്. ചാണകമൊക്കെ നമ്മൾ ആ ബയോഗ്യാസിലേക്ക് പോവോ? കുറച്ച് വിട്ടാൽ ചെയ്യാണോ? ഒരു 2-3-4 ബക്കറ്റ് വിട്ടാൽ പുൽത്തൊട്ടി ആണെങ്കിൽ പുൽത്തൊട്ടി മറ്റേ അത് ഓട്ടോമാറ്റിക് വെള്ളം കുടിക്കാൻ ഇഷ്ടംപോലെ വെള്ളം അവർക്ക് കിട്ടും. നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട. നേരത്തെ ഇവിടെ ചെയ്തോണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ട് അപ്പൊ നമ്മള് ചെരുവ് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിന് കുറെ സമയം വേണം. അങ്ങറ്റത്ത് അതിന് ഹോളില്ലാത്തതുകൊണ്ട് അവിടെ ചെരുവ് വെച്ചേക്കണേ. അതിന് കിട്ടില്ല. അപ്പൊ 10 ഇതിന് നിർത്താനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ 11 ഇതിന് നിൽക്കും. 11 ദിവസം നിൽക്കും. അപ്പൊ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ചരുവത്തിന് വെള്ളം വെച്ചു. ഒരു സംഭവം ചെയ്തേക്കണേ. ഇത് ചെയ്തത് വെച്ചാൽ ഇവിടുന്ന് കിടാക്കൾ ഇപ്പഴേ കടത്തി വിടാൻ വേണ്ടിട്ട് താത്തിയിട്ടാണ്. അപ്പൊ അവർക്ക് ആ ഹൈറ്റ് പ്രശ്നമാവില്ല, ചാടി കടന്നോളും.
പിന്നെ അതുപോലെ മാറ്റ് ഇട്ടിട്ടുണ്ട്. ആ മാറ്റ് ഫുള്ള് ഉണ്ട്. ഇപ്പഴുണ്ട് അപ്പുറമുണ്ട്. ഇവിടെ പറഞ്ഞാൽ കുറവുള്ളൂ. അതിന് അവിടെ കിടപ്പുണ്ട് മാറ്റ്. ഇത് 2 വർഷത്തിന് ശേഷം ഇട്ടാണ് ഇത് ഈ മാറ്റൊക്കെ? അതെ മാറ്റ് ആദ്യം മുതലുള്ള മാറ്റ് ഇട്ടില്ല. കമലിന്റെ കാല് കൈയൊക്കെ പൊട്ടും. ഈ കാലിന്റെ മുട്ട് അവിടെയൊക്കെ പൊട്ടി പ്രശ്നമാവും. അപ്പൊ അവര് കിടക്കാനും എല്ലാത്തിനും ഈ മാറ്റ് അത്യാവശ്യമാണ്. നല്ല വിസ്താരമുള്ള സ്ഥലം, നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. പശുക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല, ചൂട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാ ഇവിടെ കെട്ടേണ്ട ആവശ്യം വന്നാൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം പ്ലാനിങ്ങോട് ചെയ്ത്. ഓക്കെ ഓക്കെ. പിന്നെ വേണമെങ്കിൽ പശുവിനെ നിർത്തുകയും ചെയ്യാം അല്ലേ? കറവുള്ള പശുക്കളൊക്കെ ഒന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ 3-4 ഒരാഴ്ചത്തേക്ക് നമ്മളിവിടെ മാറ്റി കെട്ടും. അവിടെ അതിന്റെ കൂടെ നിർത്തൂല. അപ്പൊ വേണമെങ്കിൽ ഇവിടെ കെട്ടി ഇവിടെ വൈക്കോലും വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വൈക്കോലും വെക്കാം. വൈക്കോലും വയ്ക്കാം, അതിലും ഇതിലൊക്കെ വൈക്കോലും വയ്ക്കും, തീറ്റം വയ്ക്കും. അതെ. ഓക്കെ. ഇപ്പൊ കറവ ടൈം ആയോ? ഇല്ല, 2 മണിയാകുമ്പോഴാണ് കറക്കുള്ളൂ. അപ്പൊ ഇത്രയും നാളത്തെ പശു വളർത്തലില് ഗവൺമെന്റ് സപ്പോർട്ട് എങ്ങനെയായിരിക്കും? ഗവൺമെന്റ് പല സപ്പോർട്ടുണ്ട്. പക്ഷെ എനിക്ക് 2009 5 പശുവിന്റെ സ്കീം ഉണ്ടായിരുന്നു. അത് തന്നോ? അത് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ വർഷം 2020 തോന്നുന്നു, ഒരു 2 പശുവിന്റെ സ്കീം ഉണ്ടായിരുന്നു. അതുപോലെ രണ്ടും തമിഴ്നാട്ടിൽ പോയി കൊണ്ടുപോകും. തമിഴ്നാട്ടിൽ പോയി കൊണ്ടുപോയി. പ്രത്യേകിച്ച് ആദ്യം ഞങ്ങൾ പോയത് പൊള്ളാച്ചി ഭാഗത്താണ്. ആ ഭാഗത്തേക്ക് പോയത് എന്റെ ചതിവ. അത് കൊണ്ടുവന്നതെല്ലാം വിജയിച്ചില്ല. വിജയിച്ചില്ല. അവിടെ കഴിഞ്ഞ പ്രാവശ്യം 2 എടുത്തത് ഉടുമ്പൽപേട്ട പോയാണ്. അത് വലിയ തെറ്റില്ലായിരുന്നു ആ ഏരിയ. എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് വരുമ്പോ അതിന് നമ്മള് കരൂരോ അല്ലെങ്കിൽ ഇവിടെ കൃഷ്ണഗിരിയിലോ അങ്ങനെയുള്ള പോയി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പശുക്കളെ നമുക്ക് കുറേ കൂടി കുറച്ചും കൂടി പിടിച്ചു നിൽക്കും. കഞ്ഞിക്കറിക്ക് തന്നെ 18 ലിറ്റർ കിട്ടും നമുക്കല്ലേ? കൂടിയത് എടുത്തു കഴിഞ്ഞാൽ അസുഖങ്ങൾ കൂടും. അത് കാരണം ഞാൻ ഈ കൂടിയത് എടുക്കാതെ 10 ലിറ്ററിലൊക്കെ മുകളിൽ വന്നു കഴിഞ്ഞാൽ പല രീതിയിലെ അകടുവീക്കത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം 8-ൽ താഴെ വരാത്ത രീതിയിലുള്ള പശുക്കളാണ് പോണത്. അതിന് മെയിനായിട്ട് കിടാക്കളെ കിട്ടും. അത് നല്ല കിടാക്കളായിരിക്കും. നമ്മളിവിടെ ഉണ്ടാക്കുന്ന നല്ല ഉത്പാദിക്കുന്ന കിടാക്കളെ പോലെയല്ല. തമിഴ്നാട്ടിൽ നിന്ന് വന്ന കിടാക്കള് നല്ല എനായിരിക്കും. എച്ചപ്പ് നല്ല കിടാക്കളെ, വലിപ്പമുള്ള കിടാക്കളെ കിട്ടും. അതൊരു ഗുണമുണ്ട് അവിടെ നിന്ന്. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിലാണെങ്കിൽ അന്ന് കുഴപ്പമില്ല. കുട്ടിയല്ലേ, അപ്പൊ പിന്നെ അത് അപ്പൊ 1-2 എനിക്ക് ഞാനിപ്പോ കഴിഞ്ഞ വർഷം വരെ എന്റെ അടുത്തുണ്ടായിരുന്നു. നല്ല പാലും കിട്ടും. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മുഹമ്മദ് കയുടെ പശു വളർത്തലാണ്. ഇതോടെ നിങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.